അത്രയും പറഞ്ഞുകൊണ്ട് ദേവും നരനും പ്രദീപും അവിടെ നിന്നും പോയി. തന്റെ പദ്ധതികളും പ്രതീക്ഷകളുമെല്ലാം തകർന്നതിൽ ഇഷ ഒരു നിമിഷം തളർന്നുപോയി. സങ്കടത്തേക്കാൾ കൂടുതൽ കടുത്ത ദേഷ്യമാണ് അവളുടെ ഉള്ളിലേക്ക് അപ്പോൾ കടന്നു വന്നത്. എനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒന്നും മറ്റാർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കുമെന്ന് കരുതണ്ട. അത് പറയുമ്പോ അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന് തീക്കനൽ കത്തിയെരിയുന്നുണ്ടായിരുന്നു. ദേവ്, എന്താടാ നീ എന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നേ? ഒന്നും മിണ്ടാതെ മൂകനായിരിക്കുന്ന ദേവിനെ നോക്കിക്കൊണ്ട് നരൻ ചോദിച്ചു. ഇത്രയും നാൾ അവളെ എന്നെ ഒരു കോമാളിയാക്കിയല്ലേന്ന് ഓർത്തിട്ട് എനിക്ക് പൊരുത്ത് കയറുകയാണ്. പാവം, അവളുടെ സ്വാർത്ഥത കാരണം എന്റെ ചാരുവിന്റെ ജീവിതം നശിച്ചു. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്റെ ചാരു അല്ലേ? അത് തന്നെയാ ശരി ദേവ്. ഇഷയുടെ കപട സ്നേഹം നിന്റെ ഹൃദയം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ചാരു സ്ഥാനം പിടിച്ചത്. അവൾ നിന്റെ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഇഷ. അങ്ങനെ കരുതിയാ മതി. പക്ഷേ ഇനി ഞാൻ എങ്ങനെ അവളുമായൊരു ജീവിതം തുടങ്ങും? അത്രമാത്രം ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. ക്രൂരമായ വാക്കുകൾ പറഞ്ഞു നോവിച്ചിട്ടുണ്ട്. ഞാൻ നൽകിയ വേദനകൾ കൊണ്ട് അവളുടെ ഹൃദയം വ്രണപ്പെട്ടിരിക്കുകയാണ്. സ്നേഹം കൊടുത്തു ഉണക്കാൻ പറ്റാത്ത ഒരു മുറിവ് ഈ ലോകത്തില്ല ദേവ്. പക്ഷേ സ്നേഹത്തിന്റെ വിലയറിയാത്ത നാറികൾക്ക് അത് നൽകരുതെന്ന് മാത്രം. പ്രദീപ് അത് പറയുമ്പോ അവന്റെ മുന്നിൽ അവന്റെ ഭാര്യയുടെ മുഖം തെളിഞ്ഞിരുന്നു. പക്ഷെ എന്നാലും എന്തെന്നാലും നിനക്ക് സാരിക ഇഷ്ടമല്ലേ? ആണ്. പക്ഷേ ആ ഇഷ്ടം സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അത് നീ പറഞ്ഞ പോലെ ആ ഇഷ എന്ന മാരണ നിന്റെ ഉള്ളിലൊരു മറയായി നിന്നിരുന്നത് കൊണ്ടാണ്. എന്തായാലും അതിപ്പോ നീങ്ങിയില്ലേ? ഇനി നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നരന്റെ വാക്കുകൾക്ക് അവനൊന്ന് ഇരുത്തി മൂളി. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നീ ഇനി ഓഫീസിൽ കയറുന്നുണ്ടോ? ഇല്ല, സമയം 3 ചാരുവിന്റെ ക്ലാസ് കഴിയാനായിട്ടുണ്ട്. അവളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. ആ, ഞാനും പ്രദീപ് വന്നാ ഓഫീസിൽ ഇറങ്ങാം. ക്ലോസിംഗ് ബില്ലും മറ്റു സെറ്റിലും ചെയ്യണമല്ലോ. പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അവളോട് എല്ലാം തുറന്നു പറഞ്ഞ് രണ്ടുപേരും പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്ക്. ദേവ് അവരെ ഓഫീസിലിറക്കി നേരെ ചാരുവിന്റെ കോളേജിലേക്ക് വണ്ടി വിട്ടു. അപ്പോഴേക്കും അവളെ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ അവനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചാരു, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ ക്ലാസ്സിലേക്ക് വരുമായിരുന്നല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായി. കുറച്ചുനേരം ഞാൻ അവിടെ തന്നെ കാത്തിരുന്നു. പിന്നെ നിങ്ങളെ കാണാതിരുന്നപ്പോ ഇറങ്ങിയതാ. ഞാൻ ചെറിയൊരു തിരക്ക് പെട്ടുപോയി. അപ്പോ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, ചാർജ് ഇല്ല. എന്നിട്ട് നീ സ്റ്റെപ്പ് ഇറങ്ങിയാണോ വന്നേ? ഹാ, അല്ലാതിപ്പോ എങ്ങനെ വരാനാ? അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 4 മാസം കഴിഞ്ഞില്ലേ, ഇനി അങ്ങനത്തെ റിസ്കുകളൊന്നും ഉണ്ടാവില്ല. വാ കയറ്, പോവാ. ചാരു കാറിൽ കയറിയതും ദേവ് കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. കുറച്ചുനേരം കഴിഞ്ഞപ്പോ ദേവിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ അതെടുത്ത് നോക്കി. ഇഷയായിരുന്നു. ദേവ് സൈഡ് ബട്ടൺ അമർത്തി ഫോൺ അവിടെ തന്നെ വെച്ചു. പക്ഷേ ഫോൺ വീണ്ടും റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു. നിർത്താതെയുള്ള ഫോണിന്റെ റിംഗ് ശബ്ദം കേട്ട് ചാരു അതിലേക്ക് എത്തി നോക്കി. ഇഷ എന്ന പേര് അവൾക്കതിൽ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഇതെന്താ ഫോൺ എടുക്കാത്തതെന്ന സംശയത്തോടെ അവൾ അവനെ നോക്കി. എന്താ നിങ്ങളുടെ ഇഷ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാത്തേ? അത് അവൾ... ദേവൻ നടന്നതെല്ലാം പറയാൻ ഒരുങ്ങിയപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നത്. രാത്രി അവളെയും കൊണ്ടൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയി റൊമാൻറ്റിക്കായി അവന്റെ ഇഷ്ടം അറിയിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ഏയ്, അതൊന്നുമില്ല. ഓ, അവൾക്കും നിങ്ങൾക്കിടയിലുള്ള കാര്യം ഞാൻ അറിയണ്ടല്ലോ അല്ലേ? ആ, പിന്നല്ലാതെ. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? ദേവ അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാമെന്ന് കരുതി അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം കാണാൻ അവന് വല്ലാത്തൊരാഗ്രഹം തോന്നി. അതെന്നെ, ഞാനൊരു പൊട്ടിയല്ലേ അല്ലെങ്കിലും. നിങ്ങൾ എത്ര ആട്ടി ഓടിച്ചാലും നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു പൊട്ടി പെണ്ണ്. നോക്കിക്കോ, ഞാൻ ഇല്ലാതാവുമ്പോഴേ നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാവുകയുള്ളൂ. ഹോ, അങ്ങനെയാണോ? വില എന്ന് പറയുമ്പോ ഏകദേശം ഒരു 10,000-20,000 രൂപയുടെ അടുത്തൊക്കെ വരുമോ? നീ പോടാ മരത്തലയാ, അവൾ പതിയെ പറഞ്ഞു. എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ, സാറിനോടൊന്നും പറഞ്ഞില്ലേ? മുഖം കോട്ടിക്കൊണ്ട് അവൾ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ ഭാവം കണ്ട് ദേവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കാർ മാളിയേക്കൽ തറവാടിന്റെ ഗേറ്റ് കടന്ന് അവരുടെ വീടിന് മുന്നിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ ചാരുവിനെ ദേവ് ഗ്ലാസിനുള്ളിലൂടെ ഒന്ന് നോക്കി. മുഖത്ത് നിറഞ്ഞ പുച്ഛഭാവത്തോടെ അവനെ മൈൻഡ് ചെയ്യാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. ഫോൺ എടുക്ക് ദേവ്. ഇഷ ഒരു ഭ്രാന്തിയെ പോലെ അവന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തുകൊണ്ടേയിരുന്നു. ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ അവൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. പിന്നെ അവൾ ഫോൺ ചെയ്തപ്പോൾ കേൾക്കുന്നത് ദേവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നതാണ്. അതും കൂടെ കേട്ടപ്പോ അവൾക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
ഒരിക്കലും അവരെ ഒരുമിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു. കുറച്ചുനേരം ചിന്തിച്ചു നിന്ന ശേഷം അവൾ നേരെ സരോജിനിക്ക് വിളിച്ചു. ഹലോ അമ്മേ. സരോജിനി ഫോൺ എടുത്തതും അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? അമ്മേ, അമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ഞാൻ അമ്മയുടെ മരുമകളായി വരണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കുന്നേ? അതിപ്പോ എന്റെ അത്ര സംശയം? ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന കാര്യമല്ലേ അത്. ആ ഏരണ കെട്ടവൾ എങ്ങനെയെങ്കിലും ഒഴിവായി നീ ആ സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞതോടെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നേ? ആ അമ്മ, നിങ്ങളുടെ മോൻ അങ്ങനെയെല്ലാം എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഏരണം കെട്ടവള് എന്തോ കൈവിഷം കൊടുത്ത് അവന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. അവനിപ്പോ എന്നെ വേണ്ടത്രേ. അയ്യോ മോളിൽ എന്തൊക്കെയാ പറയുന്നേ? നീ എന്റെ മരുമകളായി വരുന്നത് കാത്ത് ദിവസം എന്നെ ഇരിക്കുകയാണ് ഞാൻ. ഞാനും അമ്മേ, എനിക്ക് ദേവിന്റെ ഭാര്യയായി ജീവിക്കാം എന്നതിനേക്കാൾ സന്തോഷം അമ്മയുടെ കൂടെ ഇരിക്കാലോ എന്നോർത്തിട്ടായിരുന്നു. പക്ഷെ എല്ലാം നശിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ മോളെ? ഞാൻ നോക്കിയിട്ട് ഇനി ഒരേ ഒരു വഴിയേ എന്റെ മുന്നിലുള്ളൂ. അമ്മ എന്റെ കൂടെ നിൽക്കുവോ? ഉറപ്പായി നിൽക്കും. എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ഞാൻ മോക്ക് വേണ്ടി ചെയ്തു തരും. അവളുടെ വയറ്റിൽ ആ കുഞ്ഞുള്ളതുകൊണ്ട് അവൻ അവളോട് ഇത്ര അനുകമ്പ. അത് തന്നെയാ മോളെ, എന്താ ചെയ്യാ? ഈ മാളിയക്ക തറവാടിന്റെ അനന്തരാവകാശി ആയിപ്പോയില്ല അത്. ആ അനന്തരാവകാശിയെ ഞാൻ നമുക്ക് നൽകിയാ പോരെ? മോൾക്കതിന് കഴിയില്ലല്ലോ. അതല്ലേ ഇപ്പോ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ല അമ്മേ, എനിക്ക് കഴിയും. ട്രീറ്റ്മെന്റ് ചെയ്താൽ മതിയാവുന്ന പ്രശ്നങ്ങളെ എനിക്കുള്ളൂ. ഞാൻ ഇവിടെയുള്ള ഏറ്റവും നല്ല ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തതാ. അവൾ സരോജിനെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സത്യാണോ മോളെ? അതെ, ഞാൻ വേണമെങ്കിൽ അമ്മക്ക് റിപ്പോർട്ട്സ് ഒക്കെ അയച്ചു തരാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഇഷമോള് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ട് മോളിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? നമുക്ക് സാരംഗിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം. എന്നാലേ എനിക്കും ദേവിനും ഒന്നിക്കാൻ പറ്റുകയുള്ളൂ. അയ്യോ, അത് വേണം മോളെ. ഓഹോ, അപ്പൊ അമ്മക്ക് ഞാൻ മരുമകളായി വരണമെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണല്ലേ? മോൾ എന്താ ഈ പറയുന്നേ? പിന്നല്ലാതെ അമ്മ ശരിക്കും ഞാൻ ആ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്തേ മതിയാവും. ആ, മോള് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അവൾ നടക്കുന്ന വഴിയിൽ അവൾ വീഴുന്ന രീതിയിൽ അമ്മ എന്തെങ്കിലും ചെയ്തു വെക്ക്. വെറുതെ വീണാ പോരാ, അവളുടെ ഗർഭം കലങ്ങണം. ആ രീതിയിൽ വേണം വീഴാൻ. അങ്ങനെ അവർ രണ്ടുപേരും കുറെ നേരം സംസാരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ സരോജിനിക്കുള്ളിൽ ചെറിയ കുറ്റബോധം തോന്നിയെങ്കിലും ഇഷ സംസാരിച്ച് അവരുടെ മനസ്സിൽ നിന്നും ആ കുറ്റബോധം ഇല്ലാതാക്കി. ചാരു നേരെ റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി വന്നു. കട്ടിലിരുന്ന് ഫോൺ നോക്കുന്ന ദേവിനെ അവൾ കണ്ട ഭാവം നടിച്ചില്ല. അതെ, നമുക്കിന്ന് രാത്രി ഒന്ന് പുറത്തു പോവാം. ഞാൻ ഇയാളുടെ കൂടെ എവിടേക്കും വരുന്നില്ല. അതെന്താടി നിനക്ക് വന്നാലേ? അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നെ വീട്, നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ പോയി വിളിച്ചോ, ഞാനൊന്നുമില്ല. കാമുകിയെ ഞാൻ വേറെ വിളിച്ചോണ്ട്. ഇത് നിന്നെയും കൊണ്ട് പോകേണ്ട സ്ഥലമാ. അതേതപ്പോ എന്നെ കൊണ്ട് പോകേണ്ട സ്ഥലം? എന്റെ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതിലേക്ക് കാമുകിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഭാര്യയല്ലേ അന്വേഷിക്കുക. ഇനി അവൾ വരാതിരിക്കണ്ട എന്ന് കരുതി അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. ഓ, അതാണല്ലേ കാര്യം. അതെ, അല്ലാതെ നീ എന്താ വിചാരിച്ചേ? ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതാണെന്നോ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ഈ ജന്മം അത് നടക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധം എപ്പോഴും വേണം. എന്നാ ഈ സാരി എടുത്താ മതി. നല്ല ഭംഗിയുള്ള റെഡ് കളർ സാരി അവൻ അവൾക്ക് നേരെ നീട്ടി. പുതിയതാണോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. പോയി ഇതെടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വാ. ഞാൻ അപ്പോഴേക്കും കാർ എടുക്കാം. ഭക്ഷണമെല്ലാം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അവൻ താഴേക്കിറങ്ങിയതും തിളങ്ങുന്ന കണ്ണുകളോടെ ചാരു ആ സാരിയിലേക്ക് നോക്കി. അവൾ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു അത്. അവൾ അതെടുത്തെടുത്തു, കണ്ണെഴുതി, ഒരു കുഞ്ഞു പൊട്ട് തൊട്ടു. മുടി ചീകിയൊതുക്കി അതിനെ കെട്ടിയഴിക്കാതെ സ്വതന്ത്രയാക്കി അഴിച്ചിട്ടു. എല്ലാം ഒരുക്കവും കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ താഴേക്കിറങ്ങി. അപ്പോഴേക്കും നേരം സന്ധ്യയായിട്ടുണ്ടായിരുന്നു. സരോജിനി ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ അവൾ വീഴാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ച് അവർ ഹാളിലെ സോഫയിൽ അവളെയും കാത്തിരുന്നു. തുടരും.